ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ കുറ്റം ചെയ്ത് പോലീസ് കേസായി അത് കോടതിയിൽ എത്തിയിട്ട് കോടതി അത് തെളിവുകളുടെ അഭാവത്തിലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ കുറ്റക്കാരനാണ് എന്നും കുറ്റക്കാരനല്ല എന്നും പറഞ്ഞാൽ കോടതി വിധിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ വിധിയാ. ഒരാളെ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റക്കാരനല്ല. ഇത് ഞാൻ പറയാൻ കാരണം ഈ ചേച്ചിയോടാണ്. ഈ ചേച്ചിയും മോനും കൂടെ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദിലീപിന്റെ സിനിമ KSRTC ബസ്സിൽ പ്രദർശിപ്പിച്ചത് ഈ ചേച്ചിക്ക് ആ വഷളന്റെ സിനിമ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോന്ന് കണ്ടക്ടർ പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ആ ചേച്ചിക്ക് ബോധം വെച്ചത്. അങ്ങനെ ഇറങ്ങിപ്പോയാൽ ഞാൻ മോശക്കാരി ആവുമല്ലോ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കൂടി ഒച്ചപ്പാടാക്കി ആ സിനിമ നിർത്തിച്ചു. ഈ ചേച്ചിയോട് പറയാനുള്ളതുണ്ടല്ലോ, 3.5 കോടി 4 കോടിക്കടുത്ത് ജനങ്ങള് മലയാളികളുള്ള നാടാണ് നമ്മുടെ കേരളം. അതിൽ ചേച്ചി അടക്കം പെടുന്ന 2 കോടിയോ അതിൽ കൂടുതൽ ആളോ ദിലീപിന്റെ സിനിമ കണ്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ കാണും. നിങ്ങൾ ശബ്ദം ഉയർത്തിയത് കൊണ്ടോ നിങ്ങളെപ്പോലെ കുറച്ച് ഫെമിനിസ്റ്റുകൾ ദിലീപിനെതിരെ ശബ്ദം ഉയർത്തിയത് കൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ദിലീപ് വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് മലയാള സിനിമയിലെ എല്ലാ മേഖലയിലും എന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മലയാള സിനിമ ദിലീപ് കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുക. ദിലീപിനെ സിനിമാ ലോകത്ത് തന്നെ എതിർക്കുന്നവര് മാറിപ്പോവുക എന്നല്ലാതെ ദിലീപിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ദിലീപിന്റെ ആളാണെന്ന്. ഞാൻ ദിലീപിന്റെ ആളല്ല. ദിലീപിനെ കുറ്റം ചെയ്തിട്ടുണ്ടാകാൻ ചിലപ്പോൾ തെറ്റുകാരനായിരിക്കും. പക്ഷെ ഞാൻ ദിലീപിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രസവിച്ച ഉടനെ ഒരു കൊച്ചിനെ കുഴിച്ചു മൂടാൻ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ഒരമ്മച്ചി ആ കൊച്ചിനെ പൈസ കൊടുത്ത് വാങ്ങി കൊച്ചിനെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് ആ കൊച്ചിന് ദിലീപ് ഒരു വീട് വെച്ചു കൊടുത്തു. അവര് വന്നിട്ട് TV ചാനലുകളിൽ പറയുമ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ആ ഒരൊറ്റ നന്മ കണ്ടിട്ടാണ് ഞാൻ ദിലീപിനെ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ എത്രയോ പേരുണ്ട് പൈസ ഉണ്ടായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാത്ത. അപ്പൊ നല്ല പ്രവർത്തനം കണ്ടതുകൊണ്ട് തന്നെ ഞാനൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദിലീപ് ചിലപ്പോൾ തെമ്മാടിയായിരിക്കാം, മോശം സ്വഭാവമായിരിക്കാം, കുറ്റക്കാരനായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാളിലൊരു നന്മയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ചേച്ചി അടക്കമുള്ള ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, എന്ത് വിചാരിച്ചാലും ദിലീപിന്റെ രോമം പറിച്ചു കളയാൻ പോലും പറ്റൂല. ദിലീപ് അത്ര ശക്തൻ തന്നെയാ സിനിമാ ലോകത്ത്. ആ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. ഇനിയിപ്പോ നിങ്ങൾ അപ്പീലൊക്കെ ആയി മേൽക്കോടതി പോയി ശിക്ഷിച്ചാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുപാട് പേര് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട.